പത്തനംതിട്ട അടൂരിൽ വയോധികരായ ദമ്പതികളെയും ഭിന്നശേഷിക്കാരനായ കുട്ടിയെയും വീട് കയറി മർദ്ദിച്ചതായി പരാതി. സാധനങ്ങൾ കടം വാങ്ങിയ പണം ചോദിച്ചതിനാണ് മർദ്ദനം. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ട്. നിതിൻ, ഇതിപ്പോ വയോധികരും ആ ചെറുപ്പക്കാരും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. അങ്ങോട്ട് എന്താണ്, നമുക്ക് ഓഡിയോ കൃത്യതയില്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും എന്താണ് വിവരങ്ങൾ കിട്ടുന്നത്? ഈ വയോധികനായ ഷറഫുദ്ദീൻ 70 വയസ്സുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം വീടിനോട് ചേർന്നൊരു കട നടത്തുന്നുണ്ട്. പലചരക്ക് കടയാണ്. ഈ പലചരക്ക് കടയിൽ നിന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ മർദ്ദിച്ചു എന്ന് പരാതി നൽകിയിരിക്കുന്ന ഷറഫുദ്ദീനെ മർദ്ദിച്ചു എന്ന് പരാതി നൽകിയിരിക്കുന്ന ഇതിലെ ആള് സുമേഷ് എന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും 7000 രൂപയ്ക്ക് അടുത്ത് പലചരക്ക് സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഷറഫുദ്ദീൻ പറയുന്നത്. അപ്പോൾ ഈ ഷറഫുദ്ദീൻ ഈ പൈസ തിരികെ ചോദിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് പലചരക്ക് സാധനങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ പൈസ തിരികെ ചോദിച്ചു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഞായറാഴ്ച രാത്രി ഒരു 8 മണിക്ക് ശേഷം ഈ ഷറഫുദ്ദീൻ്റെ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് തർക്കമാവുകയും തർക്കം പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ഷറഫുദ്ദീനും ഷറഫുദ്ദീൻ്റെ ഭാര്യയും ഒപ്പം കൊച്ചുമകനാണ്. കൊച്ചുമകൻ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള, അതായത് ഭിന്നശേഷിക്കാരനായ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഉൾപ്പെടെ ഇവരെയൊക്കെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ ഷറഫുദ്ദീൻ നൽകിയിരിക്കുന്ന പരാതി. എന്തായാലും പരാതിയിന്മേൽ അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഈ സുമേഷ് എന്ന വ്യക്തി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. സുമേഷിനായി അടൂർ പോലീസ് തെരച്ചിൽ നടത്തി വരികയാണ്. ശരി.